ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഡിബേറ്റാണ്. ഓരോ പാനലിസ്റ്റുകളും, നമുക്ക് 2 പാനലിസ്റ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻ സൈഡും ഡെമോക്രാറ്റ് സൈഡും. ഓരോ പാനലിസ്റ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളുടെ വക്താക്കളാണ്. അവർ മോഡറേറ്ററിൻ്റെയും പ്രേക്ഷകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും. അടുത്ത US പ്രസിഡന്റ് ആരായിരിക്കണം? അമേരിക്ക US പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനിയും തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് 45 ദിവസം മാത്രമേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ വോട്ടെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഹത്തായ രാജ്യത്ത് 2025 മുതൽ 29 വരെ 4 വർഷക്കാലം നയിക്കാനുള്ള പ്രബുദ്ധനായ നേതാവ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കും. അത് നമ്മളെല്ലാവരും ഉത്സാഹത്തോടും ഉത്കണ്ഠയോടും കൂടി കാത്തിരിക്കുകയാണ്. ഇൻഫോംഡ് ഇലക്ടറേറ്റ്, അതായത് കാര്യജ്ഞാനമുള്ള സമ്മതിദായകർ, അവരാണ് ജനാധിപത്യത്തിന് ശക്തി. ഇന്ന് നമ്മൾക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വോട്ട് ചെയ്യേണ്ടതിൻ്റെ കാരണങ്ങൾ ഈ പാനലിസ്റ്റ്, അവരുടെ വക്താക്കൾ, അവരുടെ വാദങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള അവസരമാണ് ഇത്. ഈ ഡിബേറ്റ് കേരള ഫോറം ന്യൂയോർക്ക് USA, ന്യൂയോർക്ക് ആൻഡ് ഹ്യൂസ്റ്റൺ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മോഡറേറ്റർ ശ്രീ AC ജോർജ് ആയിരിക്കും. ശ്രീ AC ജോർജ് പറഞ്ഞ പോലെ ഈ ഡിബേറ്റ് നടത്തുന്നതിനായി ഈ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് ശ്രീ ഡാൻ മാത്യു പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഒരുക്കങ്ങൾ നടത്തിയ ശ്രീ ഡാൻ മാത്യുവും ശ്രീ ടോം വിരുപ്പനുമാണ്. അവർക്ക് പ്രത്യേകം നന്ദി കേരള ഡിബേറ്റ് ഫോറത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ന്യൂസ് ചാനലുകൾ ഉണ്ട്, അവർക്കും പ്രത്യേകം സ്വാഗതം. മോഡറേറ്റർ ശ്രീ AC ജോർജ് ഡിബേറ്റിൻ്റെ നടപടിക്രമങ്ങളും പ്രോട്ടോക്കോളും വിശദീകരിക്കുന്നതാണ്. മൈക്ക് കൈമാറുന്നതിന് മുമ്പ് കേരള ഡിബേറ്റ് ഫോറത്തിനെ കുറിച്ചും USA കുറിച്ചും മോഡറേറ്ററായ ശ്രീ AC ജോർജിനെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ഡിബേറ്റ് ഫോറം USA ശ്രീ AC ജോർജും സംഘവും ചേർന്ന് 1986 ന്യൂയോർക്കിൽ ആണ് ആരംഭിച്ചത്. ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, പെൻസിൽവേനിയ, ന്യൂജേഴ്സി, അവിടെയെല്ലാം ഇത് കേരള ഡിബേറ്റ് ഫോറം USAക്ക് പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 38 വർഷമായി ഫോറം പ്രവർത്തിച്ചു വരുന്നു. US-ലെ, ഇന്ത്യയിലെ, കേരളത്തിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള പല ചർച്ചകളും ഈ ഫോറം ഇതുവരെ നടത്തിയിട്ടുണ്ട്. പല തിരഞ്ഞെടുപ്പുകളെ പറ്റിയും ഇവിടെ ചർച്ച നടന്നിട്ടുണ്ട്. US തിരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ, കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ, അതുപോലെ നമ്മുടെ മലയാളി സംഘടനകളുടെ തിരഞ്ഞെടുപ്പുകൾ, ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി കൗൺസിൽ, അവിടെയെല്ലാം തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഇവിടെ ചർച്ചയും വാഗ്വാദവും നടന്നിട്ടുണ്ട്. ഈ ഡിബേറ്റ് ഫോറം പ്രധാനമായും മലയാളി സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും US-ലും ഇന്ത്യയിലും മറ്റുള്ള സമൂഹങ്ങളിലും ഇതിലെ ചർച്ചകൾക്ക് വളരെ സ്വാധീനവും ആവേശവും ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ AC ജോർജിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെയും ഹ്യൂസ്റ്റണിലെയും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ്, പ്രശസ്തനാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ലേഖകൻ, കവി, സാമൂഹിക പ്രവർത്തകൻ, വാഗ്മി തുടങ്ങിയ നിലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാനും വർഷങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്ത ശേഷം 1975 US-ൽ കുടിയേറിയത് വന്നത്. 36 വർഷം ന്യൂയോർക്കിൽ താമസിച്ചതിന് ശേഷം 2011 ഹ്യൂസ്റ്റൺ, ടെക്സസിലേക്ക് താമസം മാറി. ശ്രീ AC ജോർജ് അമേരിക്കയിലെ വിവിധ സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളിൽ വിവിധ മേഖലകളിൽ നേതൃത്വ സ്ഥാനം വഹിച്ചിട്ടുണ്ട്.
ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ്, കേരള ദർശനം, ജനധ്വനി എന്നിവയുടെ ചീഫ് എഡിറ്റർ, ജനധ്വനി ആർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ്, ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റിക്കൽ ഫോറം ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി അതിൻ്റെ പ്രസിഡന്റ്, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സെക്രട്ടറി, ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ്, കാത്തലിക് വോയിസ് എന്നതിൻ്റെ എഡിറ്റർ, അങ്ങനെ പല നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ നമുക്ക് 2 പാനലിസ്റ്റ് ഉണ്ട്, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാനൽ സ്വയം പരിചയം.